എല്ലാ കാലത്തും നമുക്ക് പൂക്കൾ തരുന്ന ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് വെറൈറ്റിയാണ് അഡീനിയം. അഡീനിയം വെറൈറ്റീസിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സിംഗിൾ പെറ്റലായിട്ടുള്ളതും മൾട്ടി പെറ്റലായിട്ടുള്ള വെറൈറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാൻസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക. സൺലൈറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അഡീനിയംസ്. നമുക്ക് ഫുൾ സൺലൈറ്റിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഉച്ചവരെ നല്ലപോലെ വെയിൽ കിട്ടുന്ന നമ്മുടെ ബാൽക്കണി, സിറ്റ് ഔട്ട് പോലുള്ള സ്പേസിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല വെളിച്ചം ഉണ്ടായാൽ മാത്രം മതി. നല്ല വെളിച്ചം കിട്ടിയാൽ മാത്രമാണ് അഡീനിയംസ് നല്ലപോലെ പൂക്കുക. അഡീനിയം കെയറിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം നനയ്ക്കുന്ന രീതി. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ സോയിൽ നല്ലപോലെ ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ റൂട്ട് ചീഞ്ഞു പോയി പ്ലാന്റ് നശിക്കാനായിട്ട് കാരണമാകും. വെള്ളം ഒട്ടും കെട്ടി നിൽക്കാത്ത നല്ലപോലെ നീർവാർച്ചയുള്ള പോട്ട് മിക്സ് വേണം നമ്മൾ അഡീനിയംസിന് കൊടുക്കാനായിട്ട്. പോട്ട് മിക്സ് ആയിട്ട് മണ്ണ്, ചകിരിച്ചോറ്, മണലില്ലെങ്കിൽ നമുക്ക് പെർലൈറ്റ് യൂസ് ചെയ്യാം. നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ട് മിക്സ് തയ്യാറാക്കാം. ഫ്ലവറിംഗ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിൽ ഒരിക്കലോ നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യാം. NPK യൂസ് ചെയ്യാം, DAP യൂസ് ചെയ്യാം. നമ്മൾ ഓർക്കിഡ്സിന്റെ ഫ്ലവർ ബൂസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മിറാക്കിൾ മിക്സ് പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സും ഫെർട്ടിലൈസേഴ്സും എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നഴ്സറിയിൽ വന്ന് വാങ്ങാം. തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നഴ്സറി വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.